പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വേനൽക്കാലം വരാൻ പോവുകയാണ്. ഈ വേനൽക്കാലത്ത് നമ്മൾ കാറ് അല്ലെ മറ്റു വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ AC ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കാറുള്ളത്. ചില സന്ദർഭങ്ങളിൽ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ചില ഡ്രൈവർമാർ കുറച്ച് യാത്രയ്ക്ക് ശേഷം അല്ലെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കാറ് നിർത്തി AC ഓൺ ചെയ്ത് ആ കാറിനകത്തിരുന്ന് ഗ്ലാസുകളൊന്നും താക്കാതെ അകത്തിരുന്ന് ഉറങ്ങുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ ഉറങ്ങുന്നവരിൽ വളരെ അപൂർവമായിട്ട് ചിലർക്ക് മരണം വരെ സംഭവിക്കാറുണ്ട്. അതായത് ഒരു ദാരുണ അന്ത്യം സംഭവിക്കാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കാർബൺ മോണോക്സൈഡ് എന്ന വാതകം അവർ ശ്വസിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. അടുത്ത കാലത്താണ് ഒരു സിനിമാ നടൻ നിർത്തിയിട്ടിരുന്ന കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നത് അദ്ദേഹം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതുകൊണ്ടാണ് മരണമടഞ്ഞത് എന്നാണ്. പലപ്പോഴും നമ്മുടെ പത്രമാധ്യമങ്ങളിൽ ചില വാർത്തകൾ വരാറുണ്ട്. അതായത് കുട്ടിയെ കാറിൽ ഇരുത്തിക്കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നു, തിരിച്ചു വരുമ്പോൾ കുട്ടിയെ മരിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. WHO പറയുന്നത് ലോകത്ത് തന്നെ ഓരോ വർഷവും 1,00,000 പേർക്കെങ്കിലും ഈ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഉണ്ടാകുന്നുണ്ട് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിർത്തിയിട്ടിരുന്ന കാറിൽ AC ഇട്ട് ഡ്രൈവർ ഉറങ്ങിക്കഴിയുമ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് എവിടെ നിന്നെത്തുന്നു, അത് എങ്ങനെ അപകടകാരിയാകുന്നു, അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പെട്രോള്, ഡീസല്, ഗ്യാസോലിൻ തുടങ്ങിയ ഇന്ധനങ്ങൾ ജ്വലിക്കുമ്പോൾ അല്ലെങ്കിൽ ബേൺ ചെയ്യുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകാറുള്ളത്. പണ്ടൊക്കെ വീടിനകത്ത് നമ്മൾ അടുപ്പിലാണ് തീ കത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വിറക് ഉപയോഗിച്ച് തീ കത്തിക്കുമ്പോഴും ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് ചെറിയ അളവിൽ ഉണ്ടാകാറുണ്ട്. കാറ് നമ്മൾ AC ഇട്ട് ഓടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഇന്നും പലർക്കുമില്ല. നമ്മൾ പലപ്പോഴും കാറിൻ്റെ AC-യെയാണ് ഈ കാർബൺ മോണോക്സൈഡ് വരുന്നതിനെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ AC അല്ല പ്രധാന കുറ്റവാളി. അതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ആ തെറ്റ് മനസ്സിലാവും. ഡീസല് അല്ലെ പെട്രോള് കത്തുമ്പോൾ അതിന് ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ വായുവിലുള്ള ഓക്സിജൻ അത് സ്വീകരിക്കുന്നു. അപ്പോൾ കത്തിക്കഴിയുമ്പോൾ അത് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു എന്നും നമുക്കറിയാം. ഈ കാർബൺ ഡയോക്സൈഡ് വായുവിൽ ലയിച്ചു ചേരുന്നു. ചിലപ്പോൾ ഓക്സിജന്റെ ഒരു ചെറിയ ഷോർട്ടേജ് വരുന്ന ചില സന്ദർഭങ്ങളിൽ പെട്രോളോ അല്ലെ ഡീസലോ കത്തുമ്പോൾ ചെറിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് നമുക്ക് അറിയാം, കാറിന്റെ അടിയിൽ കൂടി ഒരു എക്സോസ്റ്റ് പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് വഴി യാത്ര ചെയ്ത് അതിനെ കാറ്റലിക് കൺവേർട്ടർ എന്നൊരു സംവിധാനം പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ വന്നു കഴിയുമ്പോൾ ഈ കാർബൺ മോണോക്സൈഡിനെ വീണ്ടും കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. രണ്ട് സന്ദർഭങ്ങളിൽ കാർബൺ മോണോക്സൈഡ് നമുക്ക് വണ്ടിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഈ പൈപ്പിന് ചിലപ്പോൾ തുരുമ്പെടുത്ത് ചിലപ്പോൾ ചെറിയ കിഴുത്ത് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെറിയ കിഴുത്ത് വീണിട്ടുണ്ടെങ്കിൽ ആ കാർബൺ മോണോക്സൈഡ് അതിൽ കൂടി ലീക്ക് ചെയ്യാം. രണ്ടാമതായിട്ട് കാറിൻ്റെ ഈ കാറ്റലിക് കൺവേർട്ടർ എന്ന സംവിധാനം ശരിക്കും പ്രവർത്തിക്കുന്നില്ലെങ്കിലും ഈ സ്ഥിതി തന്നെ ഉണ്ടാകാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വണ്ടി നല്ല സ്പീഡിലൊക്കെ ഓടിക്കുമ്പോൾ ഈ പുറത്തേക്ക് വിടുന്ന കാർബൺ മോണോക്സൈഡ് വായുവിൽ ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് കാറ് നിർത്തിയിടുന്ന സാഹചര്യത്തിൽ ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ കാറിനകത്തേക്ക് ചെറിയ തോതിൽ വന്നെത്താൻ സാധ്യതയുണ്ട്. കാരണം ഈ കാറിൻ്റെ ബോഡിയുടെ അടിവശത്തൊക്കെ ചിലപ്പോൾ ചെറിയ ദ്വാരങ്ങൾ കാണും. അപ്പോൾ ആ ചെറിയ ദ്വാരത്തിൽ കൂടി കാർബൺ മോണോക്സൈഡ് കാറിനുള്ളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് കാറ് നിർത്തിയിടേണ്ടി വരും. അങ്ങനെ നിർത്തിയിടുമ്പോൾ AC ചിലപ്പോൾ ഓൺ ചെയ്തിട്ട് അതിനകത്ത് ഡ്രൈവർ വിശ്രമിക്കുകയോ ഉറങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ചെറിയ അളവിൽ കാറിനകത്ത് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ അളവ് കൂടുകയും അത് ഡ്രൈവർ ശ്വസിക്കുകയും അങ്ങനെ ദീർഘനേരം ശ്വസിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ മരണത്തിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാർബൺ മോണോക്സൈഡ് അപകടകാരിയാകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കാർബൺ മോണോക്സൈഡിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു വാതകമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് മണമില്ല, രുചിയില്ല, നിറവുമില്ല. ഈ മൂന്ന് പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാലും അറിയാൻ പറ്റുകയില്ല. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നു. അത് ഹീമോഗ്ലോബിൻ, രക്തത്തിലെ ഹീമോഗ്ലോബിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഓരോ അവയവങ്ങളിലും കൊണ്ടുവന്ന് എത്തിക്കുന്നത് രക്തത്തിൽ കൂടി കലർന്നല്ല, രക്തത്തിലെ ഹീമോഗ്ലോബിൻ, അതായത് റെഡ് ബ്ലഡ് സെൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്.
ആ രക്തകോശങ്ങളിലെ ഹീമോഗ്ലോബിൻ എന്ന പദാർത്ഥവുമായിട്ട് ചേരുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുകയും ഈ ഓക്സി ഹീമോഗ്ലോബിൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തി ഓരോ കോശങ്ങളിലും എത്തി ഓരോ കോശങ്ങൾക്കും ഓക്സിജൻ അതിൽ നിന്നും സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു. ഈ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന ഒരു വസ്തു ഉണ്ടാകുന്നു. അതുണ്ടാകുന്നത് കൊണ്ട് ഹീമോഗ്ലോബിന് ഓക്സിജനുമായിട്ടുള്ള ഒത്തുചേരൽ സാധിക്കാതെ വരുന്നു. അപ്പോൾ നമ്മുടെ കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെ വരുന്നു. അപ്പോൾ കോശങ്ങൾക്ക് ഓക്സിജൻ തുടർച്ചയായിട്ട് കിട്ടാതെ വരുമ്പോൾ അതിന്റെ പ്രവർത്തനം പതുക്കെ മന്ദീഭവിക്കുന്നു. അവസാനം ഓർഗന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിലയ്ക്കുന്നു. അത് ചിലപ്പോൾ മരണത്തിൽ കലാശിച്ചു എന്നും വരാം. ഇങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് അപകടകാരിയാകുന്നത്. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് കൊണ്ടുള്ള മരണങ്ങൾ നമ്മൾ കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. കാർബൺ മോണോക്സൈഡ് മൂലമുള്ള കാറിനകത്തിരുന്നുള്ള ഈ അപകടങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് ഡ്രൈവർ ഉറങ്ങുമ്പോഴാണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. കാരണം ഉറങ്ങിക്കഴിയുമ്പോൾ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാലും അദ്ദേഹം അത് അറിയുന്നില്ല. ചിലപ്പോൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ് ഇരിക്കുന്നതെങ്കിലും അപകടം കൂടുതലാണ്. അപ്പോൾ വണ്ടിക്കകത്തിരിക്കുന്ന ഒരാൾക്ക് കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടാകാം. ആ ലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കുകയും അവർ പെട്ടെന്ന് വണ്ടിക്കകത്തുനിന്ന് പുറത്തിറങ്ങിയോ അല്ലെങ്കിൽ വിൻഡോ താക്കുകയോ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? അത് കാർബൺ മോണോക്സൈഡ് മൂലമുള്ള പോയിസണിങ് കൂടുതലും ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിനെയും അതുപോലെ തന്നെ ഹാർട്ടിനെയുമാണ്. തലച്ചോറിനെ ബാധിച്ചു കഴിയുമ്പോൾ അത് പലവിധ സിംറ്റംസ് ഉണ്ടാക്കും. അതായത് നമുക്ക് അമിതമായ ക്ഷീണം വരും, മനംമറിച്ചിൽ വരും, നമുക്ക് ഛർദ്ദിക്കാൻ വരും, നമുക്ക് കൺഫ്യൂഷൻ വരും, ചിലപ്പോൾ ശ്വാസമുട്ടലുണ്ടാകും, ഓർമ്മ കുറയും, ചിലപ്പോൾ കണ്ണിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നം വരും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായാൽ അത് കാർബൺ മോണോക്സൈഡിന്റെ പോയിസണിന്റെ കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും പെട്ടെന്ന് നമ്മൾ തുറന്ന സ്ഥലത്തേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ വിൻഡോ താക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കാറിനകത്ത് കാണുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അയാളെ പുറത്ത് ഓപ്പൺ എയറിൽ അയാളെ കിടത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്സിജൻ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ കാർബൺ മോണോക്സൈഡിന്റെ അളവ് കുറയും. ചിലപ്പോൾ നമുക്ക് രോഗിയെ രക്ഷിക്കാനും സാധിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ക്ഷീണമോ അല്ലെ ഉറക്കമോ വരുന്നുണ്ടെങ്കിൽ കാറ് നിർത്തിയിട്ട് വിൻഡോ താത്തു കഴിഞ്ഞ് കാറിനകത്ത് ഇരുന്ന് ഉറങ്ങുന്നതിലോ വിശ്രമിക്കുന്നതിലോ യാതൊരു തെറ്റുമില്ല. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വർഷത്തിലൊരിക്കൽ നമ്മളൊരു AC മെക്കാനിക്കിനെ കൊണ്ട് AC-യുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു മെക്കാനിക്കിനെ കൊണ്ട് ഈ കാറ്റലിക് കൺവേർട്ടറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുറത്തോട്ടുള്ള പൈപ്പിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിർത്തിയിട്ട കാറിൽ AC ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയും അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് പോയിസനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വിലപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.